ഹിന്ദി അത്ര നിങ്ങൾ മൂന്നാളങ്ങനെ അല്ലല്ല ഇതില് വന്ന് കയറിയാണ്. ഓരോ മനുഷ്യരും ഓരോ പുസ്തകങ്ങളാണ്. ആ ഒരു പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് നല്ല അറിവും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ രണ്ട് ബിരുദന്മാരില്ലേ, അവരെ പേര് ശരിക്കും ഞെട്ടിപ്പോട്ടോ. ഇലകൊഴിഞ്ഞ മരങ്ങളില്ലേ, ഇത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. പണ്ടാരാ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളോട് കളിക്കുമ്പോൾ നമ്മളും ചെറുപ്പമെന്ന് പറഞ്ഞ പോലെ തന്നെ ഹയാനോട് ചെലവഴിച്ച ഓരോ നിമിഷവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കുട്ടിയില്ല അത് പുറത്ത് വരികയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബിരുദന് എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ചെറിയ ആഗ്രഹം. അങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം പെൽഗാമാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പയ്യെ മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിലെ റൂമിൽ വെക്കേറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ പെഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലമായ ബാർബർ ഷായിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ജാൻ ബേക്കറി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണല്ലോ നമ്മളെ പെഹൽഗാമിലേക്ക് പോകാനുള്ള സുമോ കിട്ടുക. അങ്ങനെ അവിടെ നിന്ന് സുമോ എടുത്ത ശേഷം നമ്മളിപ്പോൾ അനന്ത്നാഗിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അനന്ത്നാഗിൽ നിന്ന് നടന്ന് അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകാനുള്ള വണ്ടിയിൽ കയറിയപ്പോഴാണ് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ഇക്കാനെ കണ്ടിട്ടോ. ആ ഇക്കാൻ്റെ പേരാണ് മൊയ്തീൻ ഇക്ക. അപ്പോൾ നമുക്ക് മൊയ്തീൻ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ കടക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡൽഹിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ഹിന്ദി ഒക്കെ അറിയാം. ഹിന്ദി അത്ര നിങ്ങൾ മൂന്നാളങ്ങനെ അല്ലല്ല ഇതില് വന്ന് കയറിയാണ്. അങ്ങനെ മൊയ്തീനിക്കനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളി നമ്മളെ പോലെ തന്നെ ഒരു സോളോ ട്രാവലാണ് കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചതെങ്കിൽ പുള്ളി കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് കാശ്മീർ ഫുള്ള് കറങ്ങാൻ വന്നിട്ടുള്ളത്. പുള്ളി അത്യാവശ്യം വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് 10-15 ദിവസമായിട്ടോ. കൂടുതൽ കാര്യങ്ങൾ വെച്ച് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വെറും 5000 രൂപ കൊണ്ടാണ് ഇറങ്ങിയത്. അതായത് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. അതായത് കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പുള്ളി എന്ത് ചെയ്യുക, നടന്നിട്ടാണ് പോവുക. കൂടുതൽ ടാക്സിയും കാര്യങ്ങളൊന്നുമില്ല. എവിടെയൊക്കെ ഷെയർ ടാക്സി കാര്യങ്ങൾ കിട്ടുക അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പുള്ളി പക്ക ഒരു സോളോ ട്രാവലറാണ് കേട്ടോ. പിന്നെ എനിക്ക് ആശ്ചര്യം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പ്രോപ്പറായി ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം എന്ന് ചോദിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഈ ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയാണ്ട് യാത്ര ചെയ്യാന്ന് ചോദിച്ചാൽ പുള്ളി പറയണേ നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കന്നെ, വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു മെൻറ്റാലിറ്റി അത് ശരിക്കും സൂപ്പറായിട്ടോ. നമ്മളിൽ പല ആൾക്കാർക്കും മറ്റുള്ള ഭാഷകളും കാര്യങ്ങളും അറിയില്ല. പിന്നെ അവിടെ പോയാൽ എന്ത് സംഭവിക്കും അങ്ങനത്തെ തോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പല ആൾക്കാരും യാത്രയ്ക്ക് കുറച്ച് മടിയും കാലൊക്കെ നടത്തുന്നത്. പക്ഷേങ്കിൽ ഇറങ്ങി തിരിക്കുക എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഏതൊരു യാത്രയെയും സംബന്ധിച്ച് ആദ്യം തന്നെ വേണ്ടത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് നല്ല രീതിക്ക് ലൈക്കായി. കൂടാതെ എനിക്ക് അടുത്ത ദിവസം ദൂതുപത്രം കൂടെ കവർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൊയ്തീനിക്ക് എന്നോട് പറഞ്ഞ് ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന യാത്രയും കാര്യങ്ങളും പിന്നെ ടാക്സി എവിടെ നിന്നൊക്കെയാണ് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി നല്ല ഡീറ്റെയിൽഡ് പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് പോയോ? ഞാൻ പിന്നെ അവിടേക്ക് പിന്നെ ഞാൻ 2 ദിവസം ഫുൾ അതുവരെ വണ്ടി കിട്ടുള്ളൂ. പബ്ലിക് വെഹിക്കിൾ കിട്ടും. ഇല്ല, എത്ര കിലോമീറ്റർ കുറേ സമയം കാത്തുന്നു, ആളെ കിട്ടിയില്ല. ഇന്നോവ വിളിച്ചു പോയി. ആണോ? 1000 രൂപ. പക്ഷെ ആള് വെയിറ്റ് ചെയ്തു, 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഞാൻ ദൂദ്പത്രിന്ന് ഇവരെ ടാക്സി പോയിന്റ് ഉണ്ട്, അവിടുന്ന് അങ്ങോട്ട് 5 കിലോമീറ്റർ ഞാൻ നടന്നു ലാസ്റ്റ് പോയിന്റ് വരെ. ലാസ്റ്റ് എങ്ങനെ ദൂദ്പത്രി പെഹൽഗാമിനേക്കാൾ അടിപൊളിയാ? അല്ല, സോനമാരേക്കാൾ അടിപൊളിയാ ആണല്ലേ? കേരളത്തിലൊക്കെ മരത്തിന്റെ അടിയിൽ കൊണ്ട് മഞ്ഞ് വീണ എന്താ അതേമാതിരി. ഇവിടെ മരങ്ങളില്ലല്ലോ. ഇല്ല. ഇവിടെ ദൂദ്പത്രിയില് മരങ്ങളടി ഇങ്ങനെ മഞ്ഞ് വീണ
ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ ഏതൊരു യാത്രനെയും എപ്പോഴും മനോഹരാക്കുന്നത് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളെക്കാൾ ഉപരി നമ്മൾ യാത്രയിൽ പരിചയപ്പെടുന്ന പുതിയ പുതിയ മുഖങ്ങളാണ്. ഏറെ പ്രിയപ്പെട്ട ജോസഫ് അന്നൻകുട്ടി ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഓരോ മനുഷ്യരും ഓരോ പുസ്തകങ്ങളാണ്. ആ ഒരു പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് നല്ല അറിവും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ. ഈ കാശ്മീർ യാത്ര ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ ടാക്സിയും കാര്യങ്ങളൊക്കെ കുറേ നോക്കിയിരുന്നു. പക്ഷെങ്കിൽ ഈ മൊയ്തീനൊക്കെ പറഞ്ഞ ടാക്സിയുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ ഒരു യൂട്യൂബ് ചാനലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് യാത്ര തുടങ്ങി കേട്ടോ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ രണ്ട് ബിരുദന്മാരില്ലേ, അവരുടെ പേര് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഒരാളുടെ പേര് എന്താന്ന് വെച്ചാൽ സലീം കുമാർന്നും മറ്റൊരാളുടെ പേര് അക്ഷയ് കുമാർന്നും. എന്തായാലും രണ്ടാൾക്കാരും ഇവിടുത്തെ ലോക്കലും കാര്യങ്ങളൊക്കെയാണ്. അധികം സംസാരിക്കാൻ ഇഷ്ടമുള്ള ടൈപ്പായത് കൊണ്ട് തന്നെ ഞാൻ അവരധികം വെറുപ്പിച്ചില്ല കേട്ടോ. സോനമാർഗിലേക്കുള്ള യാത്രയിലും അതുപോലെ തന്നെ ഗുൽമർഗിലേക്കുള്ള യാത്രയിലും നമ്മൾ കവർ ചെയ്ത ഏരിയ കംപ്ലീറ്റ് ടൗണിൽ കൂടിയായിരുന്നു. പക്ഷെങ്കിൽ ഈ പെഹൽഗാമിലേക്കുള്ള യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്ന എൻ്റയർ ഏരിയ സാധാരണ ഗ്രാമ ഭംഗിയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ മൊയ്തീനിക്കല്ലേ, പുള്ളിക്കാരൻ കൂടെയുള്ള രണ്ടാൾക്കാർക്ക് കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച്, അതായത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടും ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം പിന്നെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും കൂടാതെ ഇവിടുത്തെ പോലത്തെ അധിക തണുപ്പും പിന്നെ ഡൽഹിയത്തെ പോലത്തെ അധിക ചൂടും കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലെ എല്ലാ സമയത്തും നല്ല കാലാവസ്ഥയാണെന്ന് രണ്ടുപേർക്കും നന്നായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇലകൊഴിഞ്ഞ മരങ്ങളിലെ ഇത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഇല കൊഴിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ നിങ്ങൾ കാശ്മീർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആപ്പിളും കൂടാതെ അതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞൊരു മറ്റൊരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ തോട്ടത്തിന് എത്ര ആപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിക്കാം. പക്ഷെങ്കിൽ പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ അലൗഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പൈസ കൊടുത്ത് കൊണ്ടുപോകാം, പക്ഷെങ്കിൽ ഫ്രീ ആയിട്ട് ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രാവിലെ ശ്രീനഗറിൽ നിന്ന് അനന്ത്നാഗിലേക്ക് വരുന്ന സമയത്ത് കുറെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ അനന്ത്നാഗിൽ എത്തിയ സമയത്ത് അവിടെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് എത്തും തോറും മേലെ കാർമേഘം കൂടിക്കൂടി വന്നു കേട്ടോ. എന്തായാലും പെഹൽഗാമിൽ എത്തുന്ന സമയത്ത് ഒരു മഴ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ പെഹൽഗാമിലെ യാത്രാ മധ്യയില് നമ്മുടെ രണ്ട് കുമാരന്മാരില്ലേ, അവർ രണ്ടാളും ഇറങ്ങിപ്പോയിട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ സുമോയിലേക്ക് ഒരു ചോട്ടാപ്പയും അവന്റെ അച്ഛനും അമ്മയും കേറി വന്നു കേട്ടോ. हयात हयात मतलब क्या है? अच्छा है तेरा हंसी दोनों आप अभी इधर ही में है आप तीनों? नहीं बेलगाम में। मैं केरला में बेलगाम से कोई साथी? नहीं कुछ नहीं, अकेले। नाम क्या? नाम क्या? अरुण। അങ്ങനെ അവൻ നമ്മുടെ വണ്ടിയിൽ കയറി വന്നപ്പോ നമ്മുടെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളെ കണ്ടപ്പോ ചെക്കൻ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടോ. സത്യത്തില് അവന്റെ പെരുമാറ്റവും ചിരിയും പിന്നെ ആ നോട്ടൊക്കെ വല്ലാതെ രസമായിട്ടോ യാത്രയില്. പണ്ടാരാ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളോട് കളിക്കുമ്പോൾ നമ്മളും ചെറുപ്പമെന്ന് പറഞ്ഞ പോലെ തന്നെ ഹയാനോട് ചെലവഴിച്ച ഓരോ നിമിഷവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കുട്ടിയില്ല അത് പുറത്ത് വരികയായിരുന്നു കേട്ടോ. आप एक ही बैठा है? दो
दूसरा स्कूल में गया हाँ ठीक है അങ്ങനെ എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബിരുദന് എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ചെറിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്ത് അതവന് കൊടുത്തു കേട്ടോ, കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുൽമർഗിലേക്കുള്ളതും സോനോമാർഗിലേക്കുള്ളതും വഴിയിൽ നമ്മൾ അവിടെ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പെഹൽഗാമിലേക്കുള്ള വഴിയിൽ ഒരിടത്ത് പോലും നമ്മൾ മഞ്ഞിൻ്റെ ഒരു അംശം പോലും കണ്ടില്ല. കൂടാതെ കാശ്മീരിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാശ്മീരിൻ്റെ ഗ്രാമഭംഗി ആസ്വദിക്കാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം പെഹൽഗാമാണെന്ന് തോന്നി തുടങ്ങി കേട്ടോ. കാശ്മീരിലേക്കുള്ള യാത്രാ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അസ്ലം ഓയം, അതായത് അസ്ലം ഇക്കാൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ കാശ്മീർ ട്രിപ്പ് എവിടെ തുടങ്ങിയോ എന്നല്ല, അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം പെഹൽഗാമാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പയ്യെ പയ്യെ മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെഹൽഗാമിനോട് തൊട്ട് അടുത്തെത്തിയപ്പോഴേക്ക് ഹയാൻ്റെ സ്റ്റോപ്പ് എത്തി കേട്ടോ. അങ്ങനെ അവനും അവൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. ടാറ്റാ. അങ്ങനെ ഇപ്പൊ നമ്മള് പെഹൽഗാമിലെ ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ ടോളും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മുടെ സുമോ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. യാത്ര പയ്യെ പയ്യെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ് നമ്മൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെഹൽഗാമിലേക്ക് എത്തുന്നു, നിങ്ങളെ പെട്ടിയും കിടക്കയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചോ, എന്തായാലും പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങിയിട്ട് എനിക്ക് വേറെ ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അനന്ത്നാഗ് വിട്ട് ഒരു അരമണിക്കൂറായ ശേഷം നമ്മളെ ഈ വലത്ത് ഭാഗത്ത് കാണുന്ന ആ ഒരു നദിയില്ലേ, നമ്മളെ കൂടെ തന്നെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ ഒരു നദി ഇപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന നോക്കണ്ട, ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൻ്റെ ബെസ്റ്റ് സീസണായ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഒഴുകുകയും കൂടാതെ ആ സൈഡിലുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളാന്ന് കൂടിയിട്ട് വേറെ തന്നെ ഭംഗിയാവും കേട്ടോ. ഈ നദിയുടെ കൂടെ തന്നെ ഏറ്റവും ഭംഗിയായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ചുറ്റും കാണുന്ന പൈൻ മരങ്ങൾ. ആ പൈൻ മരങ്ങൾ റോഡിൻ്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും നിൽക്കുന്ന കൂടെ തന്നെ അതിൻ്റെ നടുക്ക് കൂടി വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴുള്ള ഭംഗിയില്ലേ, അത് വേറെ തന്നെ രസമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ നീണ്ട 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പെഹൽഗാം എത്തിയിട്ടുണ്ട്. പെഹൽഗാം എത്തി. ഇവിടെ നമുക്ക് 2 പ്ലാൻ ഉണ്ട്. അതായത് വ്യാഴാഴ്ചയാണ് ടൈം. അപ്പോൾ നാളെ വെള്ളി ശനിയാഴ്ച നൈറ്റ് നമ്മളുണ്ടാവും. നമ്മൾ ഞായറാഴ്ച രാവിലെ സ്കൂട്ടാനാണ് പരിപാടി. കാരണം ഞായറാഴ്ച നൈറ്റാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട്സ് കോട്ടേജ് എന്ന് പറഞ്ഞ ഒരു കോട്ടേജ് ഉണ്ട്. അവിടെ റൂമിനൊക്കെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അത് തപ്പിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ യാത്രയിൽ ഉടനീളമുള്ള നമ്മുടെ മൊയ്തീനിക്കോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. പുള്ളിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഫുൾ കണ്ട് തീർത്ത ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് പോകേണ്ട ആവശ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളീനെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. പുള്ളീൻ്റെ കൂടെ നൈസായിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്പറും വാങ്ങിയ ശേഷം പിന്നെ എപ്പോഴെങ്കിലും കേരളത്തിൽ വരികയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞ ശേഷം ഞാൻ മുമ്പോട്ടേക്ക് നടന്നേ. അപ്പോൾ നമ്മൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ ഒരു 1.5-2 ദിവസം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയേ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.